ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ലീവാണ്, എല്ലാവർക്കും ഹർത്താലല്ലേ. അപ്പോൾ എല്ലാവർക്കും ലീവാണ്. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഇവിടെ പഴയന്നൂർ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോവാം നമുക്ക് അമ്പലത്തിൽ. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ലേറ്റായിരുന്നു, എണീക്കാൻ തന്നെ കുറച്ച് നേരം വൈകി. 10 മണി 9 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പായസമൊക്കെ കിട്ടണമെങ്കിൽ 9 മണി കഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പതുക്കെ എണീറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞു പോവാൻ റെഡി ആവാണ്. നമ്മൾ പോയി റെഡി ആവുന്നുണ്ട്. കിച്ചു നേരത്തെ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ. എന്തായാലും എല്ലാവരും കൂടി വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടാണ് പോവാണ്. ചന്ദനം ഇല്ലാണ്ട് എൻ്റെ മുഖം എന്തോ പോയത്. എനിക്ക് ചന്ദനം തൊടാതെ പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ചന്ദനം തൊട്ടിട്ട് പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ചന്ദനം തൊടാം. ഞാൻ ദൂരെയുള്ള അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചന്ദനം തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചന്ദനം നെറ്റിയിലില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്, എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് ചന്ദനം തൊട്ട് അത് ശീലമായതുകൊണ്ടാണ്. കുളി കഴിഞ്ഞാൽ അപ്പം എനിക്ക് നെറ്റിയിൽ ചന്ദനം തൊടണം, അങ്ങനെയാണ്. എന്തായാലും 9 മണിയായി, ഞങ്ങളിനി ഇറങ്ങട്ടെ കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. കണ്ടോ, ഇവിടുത്തെ കോഴികളാണ് കേട്ടോ അതൊക്കെ. അമ്പലത്തിൽ കോഴി അമ്പലം എന്നുള്ള പേരിലാണ് ഈ അമ്പലം അറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇവിടെ കോഴികൾ, കുറേ കോഴികളുണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഞങ്ങളുടെ പഴയന്നൂർ അമ്പലം. ഇവിടെ ഭഗവതി പിന്നെ കൃഷ്ണനാണ് ഉള്ളിൽ പ്രതിഷ്ഠ. പിന്നെ ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ശിവൻ്റെ അമ്പലം കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ പഴയന്നൂർ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടാണ് ശിവൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി പായസം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രസാദം ഞങ്ങൾ മൃത്യുഞ്ജയ ഹോമവും പിന്നെ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ അമ്പലത്തിൽ വരുന്നത്. കുറേ ദിവസമായി അമ്പലത്തിൽ വന്നിട്ട്. നമുക്ക് എന്തായാലും ഇന്ന് ലീവല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യൽ കണ്ടാലോ. ചോറ്, മുരിങ്ങയും പരിപ്പും, വാവുണ്ടാക്കിയ മാങ്ങച്ചാറ്, വാവുണ്ടാക്കിയ മീൻ വറുത്തത്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ.
ഞങ്ങള് ഊരം കഴിഞ്ഞ് പോവാണ് കേട്ടോ. അവരൊന്നും വന്നിട്ടില്ല, ഞങ്ങളിങ്ങോട്ട് വേഗം വന്നു. കുറേ നേരം നിന്നാലേ ശരിയാവില്ല. 9 മണിക്ക് ലൈവ് ഇടുന്നതല്ലേ, അതുകൊണ്ട് ഏതാ കുറച്ച് കറുപ്പലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കോടൻ ഹൽവ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ പൂരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. കുറച്ച് നേരം കണ്ടുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോയി. അത് തുറന്നിട്ടുണ്ടാവില്ലേ വെറുതെ. അപ്പോൾ പൂരം കഴിഞ്ഞിട്ട് എന്താ വാങ്ങിച്ച്, മാളൂരും വാവയ്ക്കൊരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ മൈ ഫേവറേറ്റ് കറുത്ത ബ്ലാക്ക് ഹൽവ, കോഴിക്കോടൻ ഹൽവ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.